ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവ് പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗം. അങ്ങനെ നമ്മൾ 4 അധ്യായങ്ങൾ കഴിഞ്ഞു. പലതരം യജ്ഞങ്ങളെപ്പറ്റി പറഞ്ഞു. ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞു. ധ്യാനത്തെപ്പറ്റി പറഞ്ഞു. പല കാര്യങ്ങളും അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുനന് എപ്പോഴൊക്കെ സംശയം വരുന്നുവോ അത് മുഴുവനും ഭഗവാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കർമ്മസന്യാസ യോഗം എന്നാണ് 5-ാമത്തെ അധ്യായം. കഴിഞ്ഞ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗമായിരുന്നു. ഇവിടെ കർമ്മസന്യാസ യോഗമാണ്. അപ്പോൾ അർജുനൻ്റെ ഒരു സംശയത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ അധ്യായം ആരംഭിക്കുന്നത്. 3-ാം അധ്യായത്തിലും അർജുനന് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതേ ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ എന്തൊക്കെയോ വിശദമായി തത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ കർമ്മത്തിന് വല്ല സ്ഥാനമുണ്ടോ എന്നാണ് അർജുനന് ചിന്തയുണ്ടായിരുന്നത്. അങ്ങനെ അതിനെപ്പറ്റി അസ്വസ്ഥനായിട്ടുള്ള അർജുനന് ഇപ്പോൾ വേറെ സംശയമാണ് വരുന്നത്. ഇപ്പോൾ ചോദിക്കുന്നത് കർമ്മസന്യാസമാണോ കർമ്മയോഗമാണോ, ഏതാണ് ഇതിൽ ശ്രേഷ്ഠം എന്നാണ് ചോദിക്കണം. അതായത് അർജുനന് കർമ്മം ചെയ്യണം, അത് നിർബന്ധമായിട്ടും നീ കർമ്മം ചെയ്യണം എന്ന തത്വം അർജുനന് മനസ്സിലായി. അതുകൊണ്ട് അന്നത്തെ, അതായത് 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമല്ല ഇപ്പോൾ ചോദിക്കുന്നത്. കർമ്മം എന്തായാലും ചെയ്യണം. അതിലിനി ഏതാണ് ശ്രേഷ്ഠം, കർമ്മസന്യാസമാണോ കർമ്മയോഗമാണോ ശ്രേഷ്ഠൻ? അപ്പോൾ ഭഗവാൻ വലിയൊരു കാര്യമാണ് നേടിക്കഴിഞ്ഞത്. കാരണം ഒരൊട്ടും ഞാൻ യുദ്ധക്കളത്തിലേക്കേ ഇല്ല എന്ന് പറഞ്ഞ് വിഷണ്ണനായിട്ടിരുന്ന അർജുനനെ കൊണ്ട് കർമ്മം ചെയ്യലാണ് ഒരാളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കാൻ ഭഗവാന് പറ്റി. ഇനി അർജുനൻ്റെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് തീർന്ന് വരുന്നുണ്ട്. പിന്നെ മാനസിക തകർച്ചയല്ലായിരുന്നു ആദ്യം. ആ തകർച്ചയിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ടു. നമ്മളിങ്ങനെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അല്ലേ, ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ അതിന് കുറച്ച് ആശ്വാസം കിട്ടുന്ന പോലെ ഇനിയിപ്പോൾ പേടിക്കാനില്ല. മാനസിക തകർച്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. മനസ്സിൻ്റെ സമനിലയൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തെളിച്ച് എന്താണെന്ന് വിശദീകരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അർജുനൻ്റെ ചോദ്യത്തോട് കൂടിയിട്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ അർജുനൻ ഈ യാഗം നടത്തുക എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ, യാഗമല്ല കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ യജ്ഞം, യാഗം, ഹോമം ഇതൊക്കെ വൈദിക കർമ്മങ്ങളാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിട്ട് ഇതൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ട് കാട്ടിൽ പോയിട്ട് തപശ്ചര്യകളിൽ മുഴുകുക എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അർജുനൻ. അപ്പോൾ അതിനൊക്കെയാണ് ഇപ്പോൾ പുതിയ അർത്ഥങ്ങളും പുതിയ കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഭഗവാൻ 3-ാമത്തെയും 4-ാമത്തെയും അധ്യായങ്ങളിലെ കർമ്മത്തെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചു. അത് കഴിഞ്ഞ് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട്, പരമമായ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അതിലെത്താൻ വേണ്ടി കർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കർമ്മനിരതനാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ കർമ്മനിരതനാക്കണം. മനുഷ്യൻ ഇനിയിപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യട്ടെ. പിന്നീട് കുറേ കാലം കർമ്മം ചെയ്യുമ്പോൾ, നമ്മളൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർമ്മം ചെയ്യട്ടെ, ചെയ്ത് മനസ്സിലാവും ഇതിലൊന്നുമില്ല, അർത്ഥമൊന്നുമില്ല, വെറുതെ ഞാൻ ചെയ്യുകയാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള സമയത്ത് ആ കർമ്മത്തിൽ നിന്ന്, അതായത് മനുഷ്യൻ്റെ തമോ ഗുണം വിട്ട് കുറച്ച് രജോ ഗുണത്തിലേക്ക് കടക്കും. പിന്നീടും വീണ്ടും നിഷ്കാമകർമ്മം ചെയ്യണം. സ്വാർത്ഥത വെടിഞ്ഞ് സമൂഹ നന്മയ്ക്കായിട്ട് കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ അത് യജ്ഞമാവും. ആ നിലയിലെത്തുമ്പോൾ സത്വഗുണം വികസിക്കും. അതായത് ഓരോ ഗുണങ്ങളായിട്ട് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണമായി, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണം വികസിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും തെളിഞ്ഞ് ശാന്തമാവും. അങ്ങനെയാണ് ഈ ആത്മധ്യാനം അല്ലെങ്കിൽ ആത്മസംയമനത്തിനുള്ള ഒരു പാത നമുക്ക് ഒരുങ്ങുന്നത്. ഈ ആത്മധ്യാനം വഴി, പിന്നെ ധ്യാനമാണ്, പ്രാണായാമം, ധ്യാനമൊക്കെയാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആത്മധ്യാനം വഴി പരമാനുഭൂതി അല്ലെങ്കിൽ പരമാനന്ദം നേടാനായിട്ട് പറ്റും.
അപ്പോൾ ആദ്യം സകാമകർമ്മം, പിന്നെ നിഷ്കാമകർമ്മം, അവസാനം ധ്യാനം. ഇതാണ് വികാസത്തിനുള്ള ഒരു സാധന ക്രമം. ഇത് യഥാവിധി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സാധകൻ്റെ ഉള്ളം തെളിഞ്ഞ് തത്വവിചാരം, ആത്മധ്യാനം ഇതിലൊക്കെ സമർത്ഥനായിട്ട് വരും. അപ്പം യജ്ഞങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് യജ്ഞങ്ങൾ എന്നുള്ളത് വിശദീകരിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായത്തിലെ പരമലക്ഷ്യം പ്രാപിച്ച ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം വിവരിച്ചു. 3-ഉം 4-ഉം അധ്യായങ്ങളിൽ കർമ്മരഹസ്യം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. കർമ്മം വിവേകപൂർവം ചെയ്യുകയാണെങ്കിൽ പരമപദം പ്രാപിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് ഭാവിയിൽ എന്താവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഡോക്ടറാവണം, എൻജിനീയർ ആവണം, അല്ലെങ്കിൽ ഇന്ന നിലയ്ക്ക് ജീവിക്കണം എന്നുള്ള ഒരു ജോലിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ബേസിക് വിദ്യാഭ്യാസം നേടണമല്ലോ, എന്നിട്ടല്ലേ മറ്റേത് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു ബേസിക് വിദ്യാഭ്യാസം കഴിഞ്ഞ് അടുത്ത നിലയിലേക്ക്, പിന്നെ അതിലേക്കായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള പരീക്ഷ എഴുതണം. അങ്ങനെയാണ് അതിലേക്ക് എത്താൻ പറ്റുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ച് ഞാനൊരു ഡോക്ടറാവില്ല. എനിക്ക് ഡോക്ടറാവണം, പക്ഷേ ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല. അതും MBBS എന്നുള്ള കോഴ്സ് എടുക്കാൻ പോകുന്നില്ലെങ്കിൽ നമ്മളൊരിക്കലും ഡോക്ടറാവാൻ പോകുന്നില്ല. അപ്പോൾ അതേപോലെ ഒരു ടീച്ചറാവണം. അപ്പോൾ പഠിക്കാനറിയാം, എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ടീച്ചറാവില്ല. ഞാൻ BEd ട്രെയിനിങ് കഴിഞ്ഞ് BEd എടുത്തെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ബേസിക് വിദ്യാഭ്യാസം നേടി പിന്നെ നിഷ്കാമകർമ്മം എന്താണ്, അതിൻ്റെ മാർഗം എന്താണ്, ധ്യാനയോഗം എന്താണ്, ഇതെല്ലാം 3-4 അധ്യായങ്ങളിലായിട്ട് എല്ലാതരം യജ്ഞങ്ങളെയൊക്കെ വിവരിച്ചു കൊടുത്തു. ഇനി 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവിടെ ധ്യാനയോഗമാണ് വരുന്നത്. അതുകൊണ്ട് 5-ാം അധ്യായം ഇടയിലുള്ളതാണല്ലോ, ഇതിന് 4-നും 6-നും ഇടയിലുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് കർമ്മസന്യാസയോഗം എന്നാണ്. അപ്പോൾ കർമ്മസന്യാസം എങ്ങനെ അനുഷ്ഠിക്കാം, അത് നമ്മുടെ ആധ്യാത്മ പുരോഗതിക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. കർമ്മമണ്ഡലത്തിൽ നിന്ന് ഇനി ധ്യാനത്തിലേക്കാണ് പോകുന്നത് 6-ാം അധ്യായം. അപ്പോൾ കർമ്മമണ്ഡലത്തിൽ നിന്ന് ധ്യാന മേഖലയിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമമാണത് ഈ അധ്യായത്തിൽ വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, നല്ല ഒരു ഗുരുവിൻ്റെ സാമീപ്യം നേടി ആ ഗുരു പറയുന്ന ഇതെല്ലാം ആചരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ പഴയ ഋഷിതുല്യരായിട്ടുള്ള ആൾക്കാർ, മുൻപ് പറഞ്ഞിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഋഷിതുല്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. കാരണം നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ വിശ്വസിക്കണം. ഭഗവാൻ തന്നെ പറയുന്നു, ഞാനാണിപ്പോൾ നിൻ്റെ ഗുരുനാഥൻ, നിൻ്റെ ഗുരുവാണ് ഞാൻ, അതുകൊണ്ട് നിനക്ക് ഒരു അനുഭവജ്ഞാനം വരുന്നവരെ നീ എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജ്ഞാനം മനസ്സിൽ തെളിഞ്ഞ് വരും. അതിനനുസരിച്ച് നീ കർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ കർമ്മങ്ങൾ അവിടെ ഒടുങ്ങി പോയിക്കോളും. പരമപദവിയിൽ അല്ലെങ്കിൽ പരമാനന്ദം, ആത്മസംയമനം നിനക്ക് നേടാൻ പറ്റും. പിന്നീട് ആധ്യാത്മികമായിട്ട് വളരെയധികം ഉയർന്ന് മോക്ഷപദം പ്രാപിക്കാനും സാധിക്കും. ഇതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കർമ്മം ചെയ്തിട്ട് തന്നെ, കർമ്മം ചെയ്യാതെയല്ല, കർമ്മം ചെയ്തിട്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ ഈശ്വരനോട് അടുത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലെ സന്ദേശം. ഇപ്പം സന്യാസം പോലെ ഏതാണ് ശ്രേഷ്ഠം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്, അർജുനൻ ചോദിക്കുന്നത്. ആ ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു വിവരണം, രണ്ടും ശ്രേഷ്ഠമാണെങ്കിലും കർമ്മസന്യാസത്തേക്കാൾ നല്ലത് കർമ്മയോഗമാണ് വിശിഷ്ടം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഓരോ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. അപ്പോൾ കർമ്മയോഗത്തിൽ കൂടെ അല്ലാതെ ഒരു സന്യാസത്തിലെത്താൻ വളരെ വിഷമമാണ്. അതുകൊണ്ട് അതിൻ്റെ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അർജുനനെ ഇനി ഉപദേശിക്കുന്നത്, അർജുനൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് കർമ്മയോഗവും കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും
എങ്ങനെയാണ് ഒരേപോലെ തന്നെ അനുഷ്ഠിക്കുന്നത്, ഒപ്പം തന്നെ അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ്, ഇതിലേതാണ് ഏറ്റവും നല്ലത് എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കാൻ പോകുന്നത്. നമ്മൾ അടുത്ത ദിവസമാണ് വായിക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ 5-ാം അധ്യായം ശ്ലോകങ്ങൾ തുടങ്ങും. 29 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർമ്മം കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ, അലസനായിട്ടുള്ള ഒരു മനുഷ്യനെ തമോ ഗുണത്തിൽ നിന്ന് കർമ്മോന്മുഖനാക്കിയിട്ട് രാജസഗുണത്തിലെത്തിച്ച് പിന്നീട് നിഷ്കാമകർമ്മത്തിൻ്റെ പാതയിലൂടെ ആത്മധ്യാനം കൈവരിക്കാനുള്ള ഒരു തത്വമാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ അധ്യായം കർമ്മസന്യാസ യോഗം. ഓക്കെ, അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.